നമസ്കാരം. കീസോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് സ്റ്റാഫ് നൊട്ടേഷൻ? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സംഗീതത്തെ എഴുതി സൂക്ഷിക്കുന്നതിനും പിന്നീട് പുനർവായന നടത്തുന്നതിനുമായി പാശ്ചാത്യ രൂപപ്പെടുത്തിയ ഒരു ആലേഖന പദ്ധതിയാണ് സ്റ്റാഫ് നൊട്ടേഷൻ. ഇത് സംഗീതത്തിൻ്റെ ഒരു ലിപിയാണെന്ന് വേണമെങ്കിൽ പറയാം. AD 9-10 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ചുകാരനായ ആബട്ടൊഗർ എന്നയാളാണ് സംഗീതത്തെ ആദ്യമായി രേഖപ്പെടുത്തിയതെന്നാണ് കരുതപ്പെടുന്നത്. ഇന്നത്തെ സ്റ്റാഫ് നൊട്ടേഷൻ്റെ ഒരു പ്രാഥമിക രൂപമായി നമുക്കതിനെ മനസ്സിലാക്കാം. സ്റ്റാഫ് നൊട്ടേഷനിലൂടെ സംഗീതത്തെ ആലേഖനം ചെയ്യുന്നത് ഇപ്രകാരമാണ്. ഇത്തരത്തിലുള്ള നിരവധി നൊട്ടേഷൻ ഷീറ്റുകൾ, നൊട്ടേഷൻ പേജുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ കാണുന്ന ഈ 5 വരകളുടെ ഒരു സെറ്റിനെയാണ് നാം സ്റ്റാഫ് അല്ലെങ്കിൽ സ്റ്റേവ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ കീബോർഡിൻ്റെ അല്ലെങ്കിൽ പിയാനോയുടെ നൊട്ടേഷൻ പേജാണ്. ഇതിൽ 5 വരകൾ വീതമുള്ള 2 സെറ്റ് സ്റ്റാഫുകൾ കാണാം. ആദ്യകാലത്ത് തുടർച്ചയായ 11 വരകളാണ് നൊട്ടേഷൻ എഴുതുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അതിന് നടുവിലുള്ള ഒരു ലൈൻ ഒഴിവാക്കിക്കൊണ്ട് 5 വരകൾ വീതമുള്ള 2 സെറ്റുകളാക്കി തിരിക്കുകയാണ് ഉണ്ടായത്. വ്യത്യസ്തങ്ങളായ ക്ലഫ് ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവയെ വേർതിരിക്കുന്നത്. പിയാനോ ഒഴികെയുള്ള അല്ലെങ്കിൽ കീബോർഡ് ഒഴികെയുള്ള മറ്റ് സംഗീതോപകരണങ്ങൾക്കൊന്നും തന്നെ ഇത്തരത്തിൽ 2 സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ 2 വ്യത്യസ്തങ്ങളായ ക്ലഫ് ചിഹ്നങ്ങളുടെ ആവശ്യം വരുന്നില്ല. കീബോർഡിൽ വലത് കൈകൊണ്ടും ഇടത് കൈകൊണ്ടും മെലഡി സെക്ഷനും അക്കമ്പാനിമെൻ്റ് സെക്ഷനും ഒരേ സമയത്ത് പ്ലേ ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് 2 ക്ലഫ് ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 2 സ്റ്റാഫുകളിലായിട്ടത് നൊട്ടേറ്റ് ചെയ്യേണ്ടി വരുന്നത്. പിയാനോയിൽ അല്ലെങ്കിൽ കീബോർഡിൽ അതിൻ്റെ ബാസ് ഒക്ടേവിലെ F നോട്ട് മുതൽ ഇടത്തേക്ക് അല്ലെങ്കിൽ താഴേക്ക് പോകുന്ന ഭാഗമാണ് അക്കമ്പാനിമെൻ്റ് സെക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഭാഗമാണ് നമ്മൾ ഇടത് കൈ കൊണ്ട് പ്ലേ ചെയ്യുന്നത്. ബേസ് ഒക്ടേവിലെ തന്നെ G നോട്ട് മുതൽ മുകളിലേക്ക് അല്ലെങ്കിൽ വലത്തേക്ക് പോകുന്ന ഭാഗം മെലഡി സെക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് വലത് കൈ ഉപയോഗിച്ച് പ്ലേ ചെയ്യേണ്ട ഭാഗമാണ്. അപ്പോൾ ഈ 2 ഭാഗങ്ങൾക്കും വ്യത്യസ്തമായ 2 സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ 2 ക്ലഫുകളുടെ ആവശ്യകതയുണ്ടായി. സംഗീതത്തിൽ 7 സ്വരങ്ങളാണുള്ളത് നമുക്കറിയാം. ഈ 7 സ്വരങ്ങൾക്കും പ്രത്യേകം ക്ലഫ് ചിഹ്നങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ക്ലഫ് ചിഹ്നങ്ങളാണ് G ക്ലഫും F ക്ലഫും. G ക്ലഫിനെ ട്രിബിൾ ക്ലഫ് എന്നും റൈറ്റ് ക്ലഫ് എന്നും കൂടി പറയാറുണ്ട്. ഈ ചിഹ്നമാണ് G ക്ലഫിനെ സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിക്കാറുള്ളത്. ഇത് G എന്ന അക്ഷരത്തിൻ്റെ തന്നെ ഒരു ഓർണമെൻ്റൽ ഫോമാണ്. ഇത് എഴുതേണ്ടത് ഇപ്രകാരമാണ്. G ക്ലഫിൽ അല്ലെങ്കിൽ റൈറ്റ് ക്ലഫിൽ G നോട്ട് രേഖപ്പെടുത്തുന്നത് ഈ 5 വരകളുടെ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ താഴെ നിന്നുമുള്ള 2ാമത്തെ വരയിലാണ്. സ്റ്റാഫിൽ നമ്മൾ നോട്ടുകൾ എഴുതുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് താഴെ നിന്നും മുകളിലേക്കാണ്. അപ്പോൾ 2ാമത്തെ ലൈനിലാണ് G നോട്ട് വരുന്നത് എന്നതുകൊണ്ട് G ക്ലഫ് വരച്ചു തുടങ്ങേണ്ടത് 2ാമത്തെ ലൈനിൽ നിന്നുമാണ്. ഇനി നമുക്ക് F ക്ലഫ് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. F ക്ലഫിനെ രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. ഇതും F എന്ന അക്ഷരത്തിൻ്റെ ഒരു ഓർണമെൻ്റൽ ഫോമാണ്. F ക്ലഫിനും ലെഫ്റ്റ് ക്ലഫ്, ബാസ് ക്ലഫ് എന്നിങ്ങനെ പല പേരുകളുണ്ട്. F ക്ലഫിൽ പൊസിഷൻ നോട്ടുകൾ വരുന്നത് G ക്ലഫിലേതുപോലെയുള്ളൊരു ഓർഡറിലല്ല. G ക്ലഫിൽ F നോട്ട് രേഖപ്പെടുത്തുന്നത് സ്റ്റാഫിൻ്റെ 1ാമത്തെയും 2ാമത്തെയും വരകൾക്കിടയിലുള്ള സ്പേസിലാണ്. എന്നാൽ F ക്ലഫിൽ F നോട്ട് വരുന്നത് താഴെ നിന്ന് മുകളിലേക്ക് കണക്കാക്കുമ്പോൾ സ്റ്റാഫിലെ 4ാമത്തെ വരയിലാണ്. അപ്പോൾ അവിടെ നിന്നും ഇപ്രകാരമാണ് F ക്ലഫ് വരച്ചു തുടങ്ങേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫിനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റേവിനെ കുറിച്ച് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ 5 വരകളിലും വരകൾക്കിടയിലുള്ള സ്പേസിലും അതുകൂടാതെ സ്റ്റാഫിൻ്റെ മുകളിലും താഴെയുമുള്ള ഇടങ്ങളിൽ സ്റ്റാഫിന് സമാന്തരമായി വരയ്ക്കാറുള്ള ലെജർ ലൈൻസ് എന്നറിയപ്പെടുന്ന ചെറിയ വരകളിലും അവയ്ക്കിടയിലുമൊക്കെ ആയിട്ടാണ് നമ്മൾ നോട്ടുകൾ രേഖപ്പെടുത്തുന്നത്. ഇവയെ ടൈം നോട്ടുകളെന്നും പൊസിഷൻ നോട്ടുകളെന്നും നമ്മൾ പറയാറുണ്ട്. ടൈം നോട്ടുകൾ ഏത് പൊസിഷനിൽ വരുന്നു എന്നതനുസരിച്ചിട്ടാണ് അവ പൊസിഷൻ നോട്ടുകളായി മാറുന്നത്. ഫലത്തിൽ ടൈം നോട്ടുകളും പൊസിഷൻ നോട്ടുകളും ഒന്ന് തന്നെയാണ്. അപ്പോൾ ടൈം നോട്ടുകളെയും പൊസിഷൻ നോട്ടുകളെയും കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.